കർണാടകയിലെ തോട്ടത്തിൽ വയനാട്ടുകാരനായ ഒരു ആദിവാസി യുവാവിന് കൂടി ദുരൂഹ മരണമുണ്ടായി. തൃക്കൈപ്പറ്റ കറുകപുര കോളനിയിലെ ബാബുവാണ് മരിച്ചത്. അന്വേഷണം ആവശ്യപ്പെട്ട വീട്ടുകാർ പോലീസിനെ സമീപിച്ചു. സമാന സംഭവങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ 24 വാർത്താ പരമ്പര സംപ്രേഷണം ചെയ്ത കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഏറ്റവും അവസാനത്തെ വാർത്ത ഇതാണ്. ഇവിടെ വീട്ടിലെത്തി കഴിഞ്ഞപ്പം തന്നെ എല്ലാവർക്കും ഒരു ഡൗട്ടായിരുന്നു, നമ്മളെ ബോഡിയല്ല എന്നുള്ളൊരു ഡൗട്ട് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ബോഡി നമ്മളെ ബോഡി തന്നെയാണ്. പക്ഷെ അത് കുറച്ച് രക്തം വന്നിട്ട് ഈ കറുപ്പ്, നേരത്തെ ആ ചേച്ചിമാർ പറഞ്ഞ പോലെ ഈ കറുപ്പ് വന്നുകൊണ്ട് നമുക്ക് ഈ ബോഡീനെ കുറിച്ച് തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലായിപ്പോയി. മുതലാളിമാർ ഇവിടെ എത്തിപ്പെട്ടില്ല, ബോഡി മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. അതിൻ്റെ പുറകെ മുതലാളിമാരോ അല്ലെങ്കിൽ മേശരിമാരോ ആരെങ്കിലും ഒരാൾ ഇവിടെ വരികയാണെങ്കിൽ ഈ സംശയം വരില്ലായിരുന്നു. 37 വയസ്സായിരുന്നു ബാബുവിൻ്റെ പ്രായം. നല്ല ആരോഗ്യമുള്ള ആളായിരുന്നു. പണിയ സമുദായാംഗം. ഭാര്യയും 8 വയസ്സുള്ള മകളുമുണ്ടായിരുന്നു. മീനങ്ങാടി സ്വദേശികളായ ഇഞ്ചി കർഷകരാണ് നഞ്ചൻകോട്ടെ തോട്ടത്തിലേക്ക് പണിക്ക് കൊണ്ടുപോയത്. മൃതദേഹമെത്തിയത് കറുത്തിരുണ്ട്, തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിലെന്ന് സഹോദരങ്ങൾ. മുഖം എനിക്ക് കണ്ടപ്പോൾ തന്നെ അറിഞ്ഞു. പക്ഷെ ഇവിടെ വന്നപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര കറുത്ത മുഖമായിരുന്നു. ആൾ കണ്ടാൽ തിരിച്ചറിയാത്ത 3 ദിവസമായില്ലേ. ഇവിടെ വന്നപ്പോൾ വല്ലമ്മയൊക്കെ പറയുന്നത് ബോഡി മാറിപ്പോയി എന്നാണ് പറയുന്നത്. പെട്ടെന്ന് സംശയമായി. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പറഞ്ഞ റിപ്പോർട്ട് വന്നാൽ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ അറിയുള്ളൂ ഇതിനെപ്പറ്റി, നമുക്കൊന്നും പറയാൻ പറ്റൂല എന്നാണ് അവരും പറയുന്നത്. അവർ നമ്മളിപ്പോൾ മുതലാളിമാർക്ക് അത്ര പൈസയും ഇതുള്ളത് കൊണ്ട് അവർ തിരിമറിയാക്കി നമുക്കറിയില്ലല്ലോ. ബുധനാഴ്ചയായിരുന്നു തോട്ടത്തിലെ ഷെഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന് പറയുന്നു. മൃതദേഹം വീട്ടിലെത്തിയത് ശനിയാഴ്ച. തോട്ടമുടമകളോ സഹായികളോ ആരും തന്നെ മൃതദേഹത്തിനൊപ്പമോ ശേഷമോ വീട്ടിലേക്ക് എത്തിയില്ല. സംശയമേറുന്നത് ഇവിടെയെന്ന് ബന്ധുക്കൾ. ഇയാളെ മുതലാളിൻ്റെ പെണ്ണുങ്ങളെ നമ്പറാണ് ഉണ്ടായിരുന്നത്. അതിലേക്ക് ഞാൻ വിളിച്ചപ്പോൾ അവരും അങ്ങനെ തന്നെ പറയുന്നത്, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ ചേട്ടാൻ്റെ നമ്പർ തരും, ഞങ്ങളൊന്ന് വിളിച്ച് അന്വേഷിച്ച് നോക്കട്ടെ. പക്ഷേ ചേട്ടാൻ്റെ നമ്പർ ഇവർ തരുന്നില്ല. ഇത് അവൻ പോയിട്ട് ഇത്രയും ദിവസമായി, അവരാരും പോലും എന്നെ ഫോണും വിളിച്ചിട്ടില്ല, ഇങ്ങോട്ടേക്ക് വന്ന് തിരിഞ്ഞും നോക്കിയിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ തുടർ നടപടികൾക്ക് സാധ്യതയുള്ളൂ എന്ന് മേപ്പാടി പോലീസ്. ബാവലി ഷാണമംഗലത്തെ ബിനീഷ് എന്ന ആദിവാസി യുവാവിന്റെ മരണത്തിൽ കർണാടകയിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും സംശയം പ്രകടിപ്പിച്ചിരുന്നു ബന്ധുക്കൾ. ബിനീഷിന്റെ മരണത്തിലെ ദുരൂഹതയകറ്റാൻ പുനരന്വേഷണം വേണമെന്ന ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് വയനാട്ടിലെ പോലീസ് സംവിധാനം. ബാവലിയിലെ ബിനീഷിൻ്റേതായിരുന്നു ദുരൂഹ മരണങ്ങളുടെ പട്ടികയിൽ ഒടുവിലെത്തേത്. ഇപ്പോൾ 37-കാരനായ ബാബുവിൻ്റെ പേരുകൂടി. കൃത്യമായ അന്വേഷണം ഉണ്ടാകുമോ? പോലീസ് കടമ നിറവേറ്റുമോ? പ്രകാശൻ പള്ളത്തിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.